ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈവ് സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. അപ്പോൾ നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഞാൻ മെൻഷൻ ചെയ്ത് തരും. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെൻഷൻ ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. PYQ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2025 നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളും 24, 23, 22 വർഷങ്ങളിൽ നടന്ന ചോദ്യങ്ങൾ, പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അതേ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ, അതായത് 10th മെയിൻസ്, സെക്രട്ടേറിയറ്റ് OA ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷ, അങ്ങനെയുള്ള നമ്മുടെ സിലബസ് പ്രകാരം നടന്ന LDC അങ്ങനെയുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷനാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. വളരെ കുറച്ച് ക്ലാസ്സുകളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ പഠിച്ചെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ ഇപ്പോൾ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിലെ രാഷ്ട്രപതി ആയിക്കോട്ടെ, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, രാജ്യസഭ, പ്രധാനമന്ത്രി, അങ്ങനെ സുപ്രീം കോടതി, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് ഇപ്പോൾ PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ക്വാളിറ്റിയിൽ ഒന്നും തന്നെ നമ്മൾ കുറവ് വരുത്താറില്ല. അപ്പോൾ പക്കയായിട്ടുള്ള ക്ലാസ്സുകളാണ്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രി നമുക്കിതിൻ്റെ PYQ ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് ആണ്. ലൈവ് ക്ലാസ് എപ്പോഴും രാത്രി 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിരുന്നാൽ മതി. നമ്മൾ ടെലിഗ്രാമിൽ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. ആർട്ടിക്കിൾ 79ലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? ഇന്ത്യൻ പാർലമെൻറ്റ് ലോക്സഭയും അതേപോലെ രാജ്യസഭയും പിന്നെ രാഷ്ട്രപതിയും പ്രസിഡന്റും കൂടെ ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഇവർ 3 പേരും കൂടെ ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ പാർലമെന്റിന് 2 സഭകളുണ്ട് അല്ലേ. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, 2 സഭകളുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സഭകളുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈക്യാമറലിസം എന്ന് പറയുന്നത്. ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ പഠിച്ചു ബ്രിട്ടൻ അല്ലെ. ബൈക്യാമറലിസം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ നമുക്ക് പാർലമെന്റിന് 2 സഭകളുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ബൈക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബൈക്യാമറലിസം എന്ന് പറയുന്ന ആശയം കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈവിധ്യമുള്ളൊരു രാജ്യമാണ് അല്ലേ. അപ്പോൾ പലതരത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം വൈവിധ്യമുള്ളതാണ്. അപ്പോൾ പലതരത്തിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് പലതരത്തിലുള്ള വൈവിധ്യങ്ങളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിലെ ഓരോ സഭയെക്കുറിച്ച്, ലോക്സഭയെക്കുറിച്ച്, രാജ്യസഭയെക്കുറിച്ച്, രാഷ്ട്രപതിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ലോക്സഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആരെക്കുറിച്ച് പഠിക്കാം? ലോക്സഭയെക്കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ രാജ്യസഭയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് രാജ്യസഭയെക്കുറിച്ചാണ്. രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആർട്ടിക്കിൾ 80 അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കാനുള്ള കോഡും കണക്ഷനും നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ പറയും, എങ്കിലും ജസ്റ്റ് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചോളൂ. ആർട്ടിക്കിൾ 79 നമ്മൾ പറഞ്ഞു എന്താണ്, പാർലമെന്റ് ആണ് അല്ലേ. ആർട്ടിക്കിൾ 79 എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്, പാർലമെന്റ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 80 നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്, അതെന്താണ്, രാജ്യസഭ. ഓക്കെ, അടുത്തത് നമ്മൾ ആർട്ടിക്കിൾ 81 പഠിക്കും, അത് ലോക്സഭയാണ്. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി, പാർലമെന്റിന്റെ PAR എന്ന് പറയുന്നതും നമ്മൾക്ക് എടുക്കാം, രാജ്യസഭയുടെ രാ എടുക്കാം, ലോക്സഭയുടെ ലോഗ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തൂടെ, പരലോകം എന്നുള്ള രീതിയിൽ കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ, പരലോകം എന്ന് ഓർത്തു വെച്ചാൽ മതി. പ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ് 79, രാ എന്ന് പറയുന്നത് രാജ്യസഭ 80, ലോകം എന്ന് പറയുന്നത് ലോക്സഭ 81. അപ്പോൾ പരലോകം എന്നിങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 79, 80, 81 എന്ന് പറയുന്നത് പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ ഓർഡറിലാണെന്നുള്ളത് കിട്ടിക്കോളും. ഓക്കെ അല്ലേ. അപ്പോൾ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 79, രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 80 ആണ്, ലോക്സഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 81. അപ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 80 ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 80 രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ രാജ്യസഭ അറിയപ്പെടുന്ന പേരാണ് ഉപരിസഭ. ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ അറിയപ്പെടുന്ന പേരെങ്ങനെയാണ്, ഉപരിസഭ അഥവാ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നു. അതേപോലെ മുതിർന്നവരുടെ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു, മുതിർന്നവരുടെ സഭ, മുതിർന്നവരുടെ സഭ എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ, സംസ്ഥാനങ്ങളുടെ സഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സെക്കൻഡ് ചേംബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്, സെക്കൻഡ് ചേംബർ. അപ്പോൾ ഉപരിസഭ അഥവാ അപ്പർ ഹൗസ്, മുതിർന്നവരുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, സെക്കൻഡ് ചേംബർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യസഭ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ഈ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 250 ആണ്, 250. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 250 എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇതിൽ 238 പേർ എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്. ഓക്കെ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളുണ്ടല്ലോ, അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെയാണ് 238 പേര് വരുന്നത്. പിന്നെ ബാക്കിയുള്ള 12 പേര് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നവരാണ്. പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേരും സ്റ്റേറ്റിലെയും ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ചേരുന്ന 238. അങ്ങനെയാണ് ടോട്ടലായിട്ട് 250 എന്ന് പറയുന്നത് പരമാവധി അംഗസംഖ്യ. എന്നാൽ നിലവിൽ എത്ര അംഗസംഖ്യയാണ് ഉള്ളത്? നിലവിൽ രാജ്യസഭയിലെ അംഗസംഖ്യ 245. നിലവിൽ രാജ്യസഭയിലുള്ള അംഗസംഖ്യ എത്രയാണ്? 245 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രാജ്യസഭയുണ്ടോ എന്നുള്ളൊരു ചോദ്യം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രാജ്യസഭയുണ്ടോ? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭയുള്ളിടത്ത്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭയുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ രാജ്യസഭാ അംഗങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഒന്ന് പുതുച്ചേരി, പുതുച്ചേരിയിൽ നിന്നും ഒരാള്. അതേപോലെ ഡൽഹിയിൽ നിന്നും എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങൾ. പുതുച്ചേരിയിൽ നിന്നും 1 അംഗം, ഡൽഹിയിൽ നിന്നും 3 അംഗങ്ങളാണ് ഉള്ളത് രാജ്യസഭാ അംഗങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രാജ്യസഭാ അംഗങ്ങളുണ്ട്. എങ്ങനെയാവുമ്പോൾ? നിയമസഭ ഉണ്ടെങ്കിൽ. അപ്പോൾ നിയമസഭയുള്ള രാജ്യസഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരിയിൽ നിന്നും 1 അംഗം, ഡൽഹിയിൽ നിന്നും 3 അംഗങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ഈ 12 പേരെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നു. ഈ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേർ അവരുടെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല, ശാസ്ത്രം, സാമൂഹ്യ സേവനം,
സാഹിത്യം എന്നിങ്ങനെ 4 മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെയാണ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുക. അപ്പോൾ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാ, ശാസ്ത്രം, സാമൂഹ്യ സേവനം, സാഹിത്യം എന്ന് പറയുന്ന മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഓരോരുത്തർ എന്താണ് രാജ്യസഭാ അംഗങ്ങൾ അല്ലെ, ഓരോ സംസ്ഥാനത്ത് നിന്നും ഇത്ര പേരാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര പേരായിരിക്കണം എന്നുള്ളത്, ഒരു സംസ്ഥാനത്ത് നിന്നും അലോട്ട് ചെയ്തിരിക്കുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ സ്കെഡ്യൂൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്കെഡ്യൂൾ? 4 4ാമത്തെ സ്കെഡ്യൂളിലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും അലോട്ട് ചെയ്തിരിക്കുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് സ്കെഡ്യൂളാണ്? 4ാമത്തെ സ്കെഡ്യൂളാണ്. സ്കെഡ്യൂൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ സ്കെഡ്യൂള് 4ാമത്തെ സ്കെഡ്യൂളിലാണ് നമ്മൾ പഠിച്ചത്. ടേം എന്ന് പറഞ്ഞിട്ട് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ടിയേഴ്സ് എന്ന് പറയുമ്പോൾ TEAR എന്ന് പറയുന്നതായിരുന്നു TEAR. അപ്പോൾ 4ാമത്തെയാണ് 6 രാജ്യസഭാ അംഗങ്ങളുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ സ്കെഡ്യൂളിലാണ് രാജ്യസഭാ അംഗങ്ങൾ എത്രയാണ് ഓരോ സംസ്ഥാനത്തും അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള എണ്ണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം പഠിച്ചു വെക്കുക, 9. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 9. ഏറ്റവും കൂടുതലുള്ളത് UP-യിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. 31 രാജ്യസഭാംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത്. അപ്പോൾ കേരളത്തിലെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം അലോട്ട് ചെയ്തിരിക്കുന്നത് 9. ഉത്തർപ്രദേശിൽ അലോട്ട് ചെയ്തിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം 31 രാജ്യസഭാംഗങ്ങളാണ്. ഏറ്റവും അധികം രാജ്യസഭാംഗങ്ങൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഈ രാജ്യസഭാ അംഗങ്ങളെ നമ്മൾ അലോട്ട് ചെയ്യുന്നത് ജനസംഖ്യക്കനുസരിച്ചിട്ടാണ്. ഓക്കെ, ജനസംഖ്യക്കനുസരിച്ചിട്ടാണ് രാജ്യസഭയിലെ അംഗങ്ങളെ അലോട്ട് ചെയ്യുന്നത്. അതായത് രാജ്യസഭയിൽ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വ്യവസ്ഥയെ, ജനസംഖ്യ അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്താ? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യം. ആനുപാതിക പ്രാതിനിധ്യം അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അനുസരിച്ചിട്ടാണ് രാജ്യസഭാ അംഗങ്ങളെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഈ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു, ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചിട്ടാണ്. ഇങ്ങനെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് നമ്മൾ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും 1971 ജനസംഖ്യാ കണക്കനുസരിച്ചിട്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. 1971 ജനസംഖ്യാ കണക്ക് അല്ലെങ്കിൽ സെൻസസ് പ്രകാരമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചിട്ടാണ് എന്നുള്ളത് അല്ലേ. ലോക്സഭയിലേക്കാണെങ്കിലോ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ട് ലോക്സഭയെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാം. ഇനി രാജ്യസഭ അംഗമാവാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു രാജ്യസഭ അംഗമാവുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ലോക്സഭ അംഗമാവണമെങ്കിൽ 25 വയസ്സാണ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാജ്യസഭ അംഗമാവാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി ശ്രദ്ധിച്ചു കേൾക്കണം. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് കാലാവധിയില്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ, അപ്പൊ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ 6 വർഷം, രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ അതൊരു സ്ഥിരം സഭയാണ്, പ്രത്യേകിച്ച് കാലാവധി ഇല്ല. എന്തുകൊണ്ട് അതൊരു സ്ഥിരം സഭയാണ്, എന്തുകൊണ്ട് കാലാവധി ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം രാജ്യസഭാംഗങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് ഒരേ സമയത്ത് കാലാവധി പൂർത്തിയാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിപ്പോകുന്നവരല്ല. മറിച്ച് രാജ്യസഭാംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ വീതം കാലാവധി പൂർത്തി ഇറങ്ങിപ്പോകും. ഓരോ 2 വർഷം കൂടുന്ന സമയത്ത് 1/3 ഭാഗം അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കിയിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ അടുത്ത ആളുകൾ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ രാജ്യസഭാ അംഗങ്ങൾ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ കാലാവധി തീർത്ത് ഇറങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് രാജ്യസഭയുടെ കാലാവധി ഇല്ല, അവരൊരു സ്ഥിരം സഭയാണ് എന്ന് പറയുന്നത്. 2 വർഷം കൂടുമ്പോൾ 1/3 ഭാഗം ആളുകളാണ് പോകുന്നത് കാലാവധി പൂർത്തിയാക്കിയിട്ട്. ഓക്കെ അല്ലേ? യെസ്.
അപ്പോൾ ഇനി ഒരു രാജ്യസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്, ഒരു രാജ്യസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ? അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ ഒരു രാജ്യസഭാംഗത്തിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. പകരം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് അംഗങ്ങൾ പ്രസിഡന്റിന്റെ മുൻപിലോ അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ മുൻപിലോ സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് കോമൺ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ രാജ്യസഭയും ലോക്സഭയും ഒക്കെ വരും അല്ലേ. അപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒന്നുകിൽ പ്രസിഡന്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ആളുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജ്യസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഭരണഘടനയിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ അനുമാനിക്കുകയാണ് എന്ത്, ഒരു രാജ്യസഭാംഗം പ്രസിഡന്റ് എന്താണ് ചുമതലപ്പെടുത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും രാജ്യസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. പക്ഷെ രാജ്യസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്നുള്ള കാര്യം ഭരണഘടനയിൽ എടുത്തു പറയുന്നില്ല. പാർലമെന്റ് അംഗമായിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലോ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ രാജ്യസഭയുടെ അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രാജ്യസഭയ്ക്ക് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത് പറയുമ്പോൾ ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത്, ഒരു ഭരണഘടനാ ഭേദഗതി നമുക്ക് പാസ്സാകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, അത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാവണം അല്ലെ. ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാവണമെങ്കിൽ അത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായിട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം രാജ്യസഭയുടെ അനുവാദമില്ലാതെ എന്താണ് ഒരു ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരില്ല. അപ്പം അത് രാജ്യസഭയുടെ ഒരു അധികാരമായിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ധനകാര്യ ഇതര ബില്ലുകൾ, പലതരം നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രപ്പോസൽ, അതായത് ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ അത് പാസ്സാകണം എന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പം ഞാൻ പറഞ്ഞു ധനകാര്യ ഇതര ബില്ലുകൾ. ഇപ്പം ധനകാര്യ ബില്ലുകളുണ്ട് അല്ലെ, മണി ബില്ലൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അധികാരം വരുന്നത് ലോക്സഭയ്ക്കാണ്. അത് നമ്മൾ അവിടെ പഠിക്കും. അപ്പം ഇവിടെ പറയുന്നത് ധനകാര്യ ഇതര ബില്ലുകൾ, അല്ലെങ്കിൽ ധനകാര്യ ഇതര ബില്ലുകളും അല്ലെങ്കിൽ മറ്റു നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളുമെല്ലാം പാർലമെന്റിൽ വരുമ്പോൾ പാസ്സാവണമെങ്കിൽ രാജ്യസഭ അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതും അവരുടെ രാജ്യസഭയുടെ അധികാരത്തിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തെ അധികാരം ധനവിനിയോഗ ബില്ല് അല്ലെങ്കിൽ മണി ബില്ലിന്റെ അധികാരം നമ്മൾ പറഞ്ഞു ആർക്കാണ്? മണി ബില്ലിന്റെ അധികാരം ലോക്സഭയ്ക്കാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. ദെൻ ഈ ധനകാര്യ ബില്ല് അല്ലെങ്കിൽ മണി ബില്ലിന്മേൽ ഭേദഗതി നിർദ്ദേശിക്കുവാനുള്ള അധികാരം, മണി ബില്ലിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ലോക്സഭയ്ക്കാണ്. പക്ഷേ മണി ബില്ലിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സമർപ്പിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? അത് രാജ്യസഭയ്ക്കുണ്ട്. മണി ബില്ലിന്റെ പൂർണ്ണമായ അധികാരം ലോക്സഭയ്ക്കാണ്. പക്ഷെ മണി ബില്ലിന്മേൽ ഭേദഗതി വരുത്താനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ മറ്റൊരു അധികാരമാണ് ഓൾ ഇന്ത്യ സർവീസ്, അതായത് അഖിലേന്ത്യാ സർവീസ് അല്ലെ. അഖിലേന്ത്യാ സർവീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് IAS, IPS, IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതെല്ലാം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് പവർ എന്ന് പറയുന്നത് രാജ്യസഭയ്ക്ക് ഉള്ളതാണ്. ഓക്കെ, അഖിലേന്ത്യാ സർവീസ്, IAS, IPS, IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതിലേക്കെല്ലാമുള്ള ഈ എല്ലാ സർവീസിലേക്കുമല്ല അല്ലെങ്കിൽ ഈ ഒരു സർവീസ് എല്ലാം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് പവർ എന്ന് പറയുന്നത് ആർക്കാണ് ഉള്ളത്? രാജ്യസഭയ്ക്കാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തിനുമേൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് രാജ്യസഭയുടെ അനുവാദം വേണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിനുമേൽ
കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ അനുമതിയോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി അല്ലെ. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് നമ്മൾ വിഷയങ്ങൾ മാറ്റണമെങ്കിലും ആരനുവദിക്കണം? രാജ്യസഭ അനുവദിക്കണം. അപ്പൊ അതും രാജ്യസഭയുടെ അധികാരമാണ്. ഇനി 6ാമത്തെ അധികാരം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള നടപടികൾക്ക് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? നമ്മൾ വൈസ് പ്രസിഡന്റ് പഠിച്ചല്ലോ, ഉപരാഷ്ട്രപതി. അപ്പൊ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് മുൻകൈ എടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസഭയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാരണം നമ്മൾ അവിടെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിന് 14 ദിവസം മുൻപ് തന്നെ രാജ്യസഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഭൂരിപക്ഷം ലഭിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? രാജ്യസഭയിലാണ് അല്ലെ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻകൈ എടുക്കുന്നത് നടപടിക്രമങ്ങളെല്ലാം രാജ്യസഭയിലാണ് ആദ്യം നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം, ഇതൊക്കെയാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് രാജ്യസഭയെക്കുറിച്ച് പഠിക്കാനായിട്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രാജ്യസഭ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ലോക്സഭ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആർട്ടിക്കിൾ പരലോകം എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 79, 80, 81 അല്ലേ. അപ്പോൾ 81 ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ലോക്സഭയുടെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 81. ലോക്സഭ അറിയപ്പെടുന്ന പേരുകളാണ് ലോവർ ഹൗസ് കേട്ടോ. ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ എന്ന് അറിയപ്പെടുന്നു. അധോസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചു ഉപരിസഭ, അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്ന ലോക്സഭയാണ്. അപ്പൊ അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി. അധോലോകം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അധോലോകം. അപ്പൊ അധോലോകം എന്ന് ഓർത്തു വെച്ചാൽ മതി. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അപ്പോൾ ഉപരിസഭ എന്താ? രാജ്യസഭയാണ്. കിട്ടിയല്ലോ. അപ്പൊ അധോലോകം, അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത്, ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്സഭയാണ്. ലോക്സഭ, അധോസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നു. ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ലോക്സഭയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു വ്യവസ്ഥയെ നമ്മൾ പറയുന്നതാണ് എന്ത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ FPTP സമ്പ്രദായത്തിലൂടെയാണ് ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ ലോക്സഭയ്ക്കും കുറേ അധികാരങ്ങളുണ്ട്. രാജ്യസഭയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ആരിൽ നിക്ഷിപ്തമാണ്? ലോക്സഭയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ ലോക്സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അധികാരം, കേന്ദ്ര മന്ത്രിസഭയെ പുറത്താക്കാനായിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടത് എവിടെയാണ്? ലോക്സഭയിലാണ്. കേന്ദ്ര മന്ത്രിസഭയെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കേന്ദ്ര മന്ത്രിസഭയെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് എവിടെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്? ലോക്സഭയിലാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, മണി ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ലോക്സഭയ്ക്കാണ്. മണി ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ലോക്സഭയിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ രാജ്യസഭയിലുള്ളതിനേക്കാൾ അംഗങ്ങൾ കൂടുതൽ എന്ന് പറയുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. രാജ്യസഭയിലുള്ളതിനേക്കാൾ അംഗങ്ങൾ കൂടുതൽ എവിടെയാണ്? ലോക്സഭയിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് ലോക്സഭയിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് പരമാവധി 550 പേരാണ് കേട്ടോ. ലോക്സഭയിലുള്ള പരമാവധി അംഗങ്ങൾ എത്രയാണ്? 550 പേരാണ്. ഓക്കെ, ഇത് മുൻപ് 552 ഉണ്ടായിരുന്നു. അതിൽ 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ പ്രസിഡന്റ് ലോക്സഭയിലോട്ട് നോമിനേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം എന്താണ്? അത് ഇല്ലാതെയാക്കി അല്ലെ. അത് ഇല്ലാതെയാക്കിയ ഭേദഗതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 104 ഭേദഗതിയിലൂടെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ സംവരണമൊക്കെ നിർത്തലാക്കി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ 552 2 പേര് ആംഗ്ലോ ഇന്ത്യൻസിന്റെ സംവരണം ഇല്ലാതെയായി. അപ്പൊ അങ്ങനെ ടോട്ടൽ 550 പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത്. ലോക്സഭയിലേക്കുള്ള പരമാവധി അംഗസംഖ്യ 550.
അപ്പോൾ ഈ 550 എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാജ്യസഭയിൽ 250 പേരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 238ഉം 12ഉം ആയിട്ട്. അതേപോലെ 550നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ 530 പേര് സ്റ്റേറ്റിൽ നിന്നുള്ളവരായിരിക്കും. 530 പേര് സ്റ്റേറ്റിൽ നിന്നുള്ളവരും ബാക്കി 20 പേര് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് വരാൻ പറ്റുന്ന അംഗങ്ങളായിരിക്കും. 530 പേര് സ്റ്റേറ്റിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ആയിരിക്കും. അങ്ങനെയാണ് ടോട്ടലായിട്ട് 550 പേരെന്ന് പറയുന്നത്. ഇത് പരമാവധി അംഗസംഖ്യയാണ് പറയുന്നത്. നിലവിൽ എത്രയാണ് അംഗസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ലോക്സഭയിലെ അംഗസംഖ്യ 543 ആണ്. നിലവിലെ ലോക്സഭയിലെ അംഗസംഖ്യ എത്രയാണ്? 543 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ലോക്സഭയുടെ അംഗങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. ഇപ്പം രാജ്യസഭയിലുള്ളതിനേക്കാളും അംഗസംഖ്യ കൂടുതലാണ്. അവിടെ 243 ആണ്, ഇവിടെ 543 ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. സോറി, 243 അല്ല, അവിടെ 245, ഇവിടെ 543. ഓക്കെ, അവിടെ ടോട്ടലായിട്ട് പരമാവധി എന്ന് പറയുന്നത് 250. 250ൽ 238ഉം 12ഉം ആണ്. നിലവിലുള്ളത് 245. ഇവിടെ പരമാവധി അംഗസംഖ്യ 550ഉം നിലവിലുള്ളത് 543 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ലഡാക്ക് ആണ് കേട്ടോ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഡാക്ക് ആണ്. ഇനി ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് അല്ലെങ്കിൽ സമ്മതിദായകർ ഏറ്റവും കൂടുതലുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മൽക്കജ് ഗിരിയാണ്. മൽക്കജ് ഗിരി എവിടെയാണ്? തെലങ്കാനയിലാണ് കേട്ടോ, തെലങ്കാന. ഓക്കെ, മൽക്കജ് ഗിരി തെലങ്കാനയിലാണ്. ഇവിടെ ലഡാക്ക് ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം, വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. വോട്ടേഴ്സ് കൂടുതലുള്ളത്, സമ്മതിദായകർ കൂടുതലുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മൽക്കജ് ഗിരിയാണ്. ഇനി ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്, ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കാണ് കേട്ടോ, ചാന്ദിനി ചൗക്ക്. അപ്പം നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ലാർജ് എന്ന് പറയുന്നത് ലഡാക്ക്, L4. ഓക്കെ, ലാർജ് ലഡാക്ക്. ചെറുത് എന്ന് പറയുമ്പോൾ ചാ വെച്ചിട്ടാണ്, ചാന്ദിനി ചൗക്ക്. ചെറുത് ചാന്ദിനി ചൗക്ക്, ലാർജ് ലഡാക്ക്. ഇനി വോട്ടേഴ്സ് കൂടുതലുള്ളത് എന്താണ്? മൽക്കജ് ഗിരിയാണ് കേട്ടോ, വോട്ടേഴ്സ് കൂടുതലുള്ളത് മൽക്കജ് ഗിരിയാണ്. ഇനി വോട്ടേഴ്സ് ഏറ്റവും കുറവുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, സമ്മതിദായകർ ഏറ്റവും കുറവുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് സമ്മതിദായകർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഉള്ളത്. 50,000 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, 50,000 പേര് മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് വോട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്? AK ഗോപാലൻ. AK ഗോപാലനാണ് ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ ഒരാളെ പ്രതിപക്ഷ നേതാവ് ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു യോഗ്യത വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്ക് ഈ പറഞ്ഞ ലോക്സഭയുടെ 10% അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആകണം എന്നുണ്ടെങ്കിൽ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് ആ പറഞ്ഞ ലോക്സഭയുടെ 10% അംഗങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പാർട്ടിയുടെ തലവനെയാണ് ആരായിട്ട് വഹിക്കുന്നത്? പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് AK ഗോപാലൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആദ്യത്തെ നേതാവായിട്ടുള്ള AK ഗോപാലന് ഈ പറയുന്ന 10% അംഗങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ അംഗങ്ങളുടെ പിന്തുണയോടുകൂടി അല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം വന്നു, ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചെങ്കിൽ AK ഗോപാലനാണ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു ആ പാർട്ടിക്ക് ലോക്സഭയുടെ 10% അംഗങ്ങൾ ഉണ്ടായിരിക്കണം, അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷേ AK ഗോപാലന് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്. പക്ഷേ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം സുഭഗ് സിംഗ് ആണ് കേട്ടോ. റാം സുഭഗ് സിംഗ് ആണ് ലോക്സഭയുടെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് YB ചവാൻ ആണ്. ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? YB ചവാൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CM സ്റ്റീഫൻ ആണ്. CM സ്റ്റീഫൻ. അപ്പൊ ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് YB ചവാൻ ആണ്. ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? CM സ്റ്റീഫൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി രാജ്യസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ നേതാവ് ആരാണ്? നമ്മൾ ലോക്സഭയുടെ കാര്യമാണ് പറഞ്ഞത്, രാജ്യസഭയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പൊ രാജ്യസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SN മിശ്രയാണ്. SN മിശ്ര. രാജ്യസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് SN മിശ്രയാണ്. ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലാപതി ത്രിപാഠിയാണ്. കമലാപതി ത്രിപാഠി. ഓക്കെ, ഇപ്പൊ രാജ്യസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് SN മിശ്ര. ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള രാജ്യസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് കമലാപതി ത്രിപാഠി എന്ന് പറയുന്നത്. ഇനി ഒരാളുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏക വ്യക്തിയുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണുള്ളത്. അതാണ് LK അദ്വാനി. LK അദ്വാനി. അപ്പോൾ ഒത്തിരി അധ്വാനിക്കണമെന്ന് ഓർത്താൽ മതി. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പ്രതിപക്ഷ ആകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ അധ്വാനിക്കണം. അപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യത്തെ നേതാവാണ് LK അദ്വാനി. ഏക നേതാവാണ് LK അദ്വാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആർട്ടിക്കിൾ 83 പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 83 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പാർലമെന്റിന്റെ കാലാവധിയെ കുറിച്ചാണ്. പാർലമെന്റിന്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 83. നമ്മൾ പറഞ്ഞു രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ സ്ഥിരം സഭയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ലോക്സഭയുടെ കാലാവധി എത്രയാണ്? ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലാത്തത്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി നമ്മൾ പറഞ്ഞു 6 വർഷമാണെന്നല്ലേ. ഇവിടെ രാജ്യസഭയുടെ കാലാവധി, പാർലമെന്റിന്റെ കാലാവധിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 83 പറയുന്നത്. അപ്പൊ അതിൽ രാജ്യസഭയുടെ കാലാവധി ഇല്ല, സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ ലോക്സഭയായിരുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ള ലോക്സഭകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭ 5ാമത്തെ ലോക്സഭയായിരുന്നു. അതായത് ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 1975 അടിയന്തരാവസ്ഥ ഉണ്ടായ സമയത്താണ്. അപ്പോൾ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ദീർഘിപ്പിക്കും അല്ലേ. അപ്പോൾ കാലാവധി കുറച്ചും കൂടെ കൂട്ടി ഉണ്ടായിരുന്ന ഒരു ലോക്സഭയാണ് 5ാമത്തെ ലോക്സഭ. 1975 5ാമത്തെ ലോക്സഭ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത്, പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തെ ലോക്സഭയാണ് ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 83 നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 84. ആർട്ടിക്കിൾ 84 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകളെ കുറിച്ചാണ്. പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 84. അപ്പം നമ്മൾ യോഗ്യത നേരത്തെ തന്നെ പഠിച്ചു. എന്താണ്? ലോക്സഭ അംഗമാവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എത്രയാ? 25 വയസ്സ് അല്ലേ. ഒരു രാജ്യസഭ അംഗമാവാനുള്ള പ്രായം എത്രയാ? 30 വയസ്സ്. അപ്പം ലോക്സഭ അംഗമാവണമെങ്കിൽ 25 വയസ്സാവണം, രാജ്യസഭ അംഗമാവണമെങ്കിൽ 30 വയസ്സാവണം. പിന്നെയോ ഇവര് എല്ലാവരും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. പിന്നെയോ സർക്കാരിൽ നിന്നും ഒരു തരത്തിലും ശമ്പളം പറ്റുന്നവർ ആയിരിക്കരുത്. ഓക്കെ, സർക്കാരിൽ നിന്നും ഒരു തരത്തിലും ശമ്പളം പറ്റുന്നവർ ആയിരിക്കരുത്. മാനസിക വിഭ്രാന്തി ഉണ്ടാവാൻ പാടില്ല. മാനസിക വിഭ്രാന്തി ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ
ഇവരെല്ലാം ആവാൻ വേണ്ട പ്രായം എന്ന് പറയുന്നത് ലോക്സഭാ അംഗമാവാൻ വേണ്ട പ്രായം തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ലോക്സഭാ അംഗമാവാൻ വേണ്ടിയിട്ടുള്ള പ്രായം അതായത് 25 വയസ്സ് തന്നെയാണ് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവരെല്ലാം ആവുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യതയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 85. ആർട്ടിക്കിൾ 85 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭ വിളിച്ചുകൂട്ടാനും ലോക്സഭ നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനുമുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ലോക്സഭ വിളിച്ചുകൂട്ടാൻ, ലോക്സഭ നിർത്തിവെക്കാൻ, ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 85. അതേപോലെ നമുക്ക് രാജ്യസഭ പറയാൻ പറ്റുമോ? രാജ്യസഭ നമുക്ക് എന്ത് ചെയ്യാം? വിളിച്ചു ചേർത്താം, നിർത്തിവെക്കാം, പക്ഷെ പിരിച്ചുവിടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? രാജ്യസഭ സ്ഥിരം സഭയാണ് അല്ലേ? അപ്പോൾ നമുക്കത് പിരിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയണം, പാർലമെന്റ് മൊത്തമായിട്ട് പാർലമെന്റ് വിളിച്ചു കൂട്ടുക, നിർത്തിവെക്കുക, പിരിച്ചുവിടുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രാജ്യസഭ നമുക്ക് ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റത്തില്ല, അത് സ്ഥിരം സഭയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ പറയണം. ലോക്സഭ വിളിച്ചു ചേർത്താനും നിർത്തിവെക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. രാജ്യസഭ വിളിച്ചു ചേർക്കാനും നിർത്തിവെക്കാനുമുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഇനി പാർലമെന്റ് ആണെങ്കിലോ, പാർലമെന്റ് എന്നെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പാർലമെന്റ് വിളിച്ചുകൂട്ടാനും നിർത്തിവെക്കാനും ഉള്ള അധികാരം എന്ന് മാത്രം പറയണം. പിരിച്ചുവിടാൻ എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ രാജ്യസഭയും കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പൊ പാർലമെന്റ് വിളിച്ചുകൂട്ടാനും നിർത്തിവെക്കാനുമുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ പിരിച്ചുവിടാനുള്ള അധികാരം എന്ന് പറയരുത്. പാർലമെന്റും രാജ്യസഭയും പറയുമ്പോൾ പിരിച്ചുവിടാൻ എന്നുള്ള കാര്യം അവിടെ പരാമർശിക്കരുത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി എല്ലാ വർഷവും ഈ ലോക്സഭ രാജ്യസഭാ സമ്മേളനം എല്ലാം അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. എല്ലാ വർഷത്തെയും ലോക്സഭാ സമ്മേളനമാണെങ്കിലും രാജ്യസഭാ സമ്മേളനമാണെങ്കിലും അതെല്ലാം അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ലോക്സഭ സമ്മേളിക്കുമ്പോൾ പ്രസിഡന്റ് ആണ് അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ വർഷവും ലോക്സഭ രാജ്യസഭാ സമ്മേളനങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ലോക്സഭ സമ്മേളിക്കുമ്പോൾ അഭിസംബോധന ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ലോക്സഭയുടെ നേതാവ് ആര്? ലോക്സഭയുടെ നേതാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇത് തെറ്റിക്കുന്നൊരു ഭാഗമാണ്. എന്നാൽ ലോക്സഭയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ആരെ എഴുതേണ്ടത്? ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ലോക്സഭയുടെ നേതാവ് ആരാ? പ്രധാനമന്ത്രി. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാ? സ്പീക്കർ. ലോക്സഭയുടെ നേതാവ് ആരാ? പ്രധാനമന്ത്രി. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാ? സ്പീക്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ നമുക്ക് ലോക്സഭയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയണം, പ്രോട്ടേം സ്പീക്കർ. ആരാണ് പ്രോട്ടേം സ്പീക്കർ? സ്പീക്കർ നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? അതായത് ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വിചാരിക്കാം. പൊതു തെരഞ്ഞെടുപ്പ് നടന്നു, അംഗങ്ങളൊക്കെ വന്നു. ഇപ്പം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ബാക്കിയുള്ള അംഗങ്ങളിൽ നിന്ന് വേണം ഈ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തൽക്കാലത്തേക്ക് ഈ ലോക്സഭയുടെ അധ്യക്ഷനാവാനായിട്ട് ഒരാൾ വേണമല്ലോ. ആ ആളെ പ്രസിഡന്റ് ഈ പറയുന്ന അംഗങ്ങളിൽ നിന്നും ഒരാളെ ജസ്റ്റ് ഒന്ന് തിരഞ്ഞെടുക്കും. അയാളെയാണ് നമ്മൾ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത്. അത്യാവശ്യം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഭരണപരിചയമുള്ള ഒരു വ്യക്തിയെ താൽക്കാലികമായിട്ട് പ്രസിഡന്റ് അധ്യക്ഷനാക്കി വയ്ക്കും ലോക്സഭയുടെ. അദ്ദേഹത്തെയാണ് നമ്മൾ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയാം. അപ്പോൾ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ അംഗങ്ങൾ വന്ന് അവിടെ നിന്നും നമ്മൾ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും എല്ലാം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഇതിന് അധ്യക്ഷത വഹിക്കാനായിട്ട് ലോക്സഭയിലേക്ക് ഒരു അധ്യക്ഷ സ്ഥാനം വേണം. അപ്പോൾ അതിനുവേണ്ടി പ്രസിഡന്റ് അത്യാവശ്യം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഭരണപരിചയമുള്ള ഒരു വ്യക്തിയെ ഈ അംഗങ്ങളിൽ നിന്നും ഒരാളായിട്ട് സെലക്ട് ചെയ്യും. അയാളെയാണ് നമ്മൾ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത്. ഈ പ്രോട്ടേം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും. പ്രോട്ടേം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? നിയമനം. പ്രോട്ടേം സ്പീക്കറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നാൽ അംഗങ്ങൾ, മറ്റുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലായിരിക്കും?
പ്രോട്ടേം സ്പീക്കർ അല്ലെ, അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പ്രോട്ടേം സ്പീക്കറെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോട്ടേം സ്പീക്കറുടെ മുമ്പിലാണ്. അപ്പൊ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടേം സ്പീക്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറും എന്നിവരുടെ അഭാവത്തിൽ സ്പീക്കർ നിശ്ചയിക്കുന്ന പാനലിലെ ഒരംഗമാണ് ഈ സ്പീക്കറുടെ ചുമതല വഹിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഭരണഘടനയിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം പ്രോട്ടേം സ്പീക്കറിനെ പ്രസിഡന്റ് നിയമിക്കുന്നു. ഈ പ്രോട്ടേം സ്പീക്കറുടെ മുമ്പിലാണ് ആര്, ഒരു അംഗം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന അംഗങ്ങൾ എന്ന നിലയിലാണ് ഇവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അല്ലാതെ സ്പീക്കറായിട്ടോ ഡെപ്യൂട്ടി സ്പീക്കറോ ആയിട്ടുള്ള സത്യപ്രതിജ്ഞ ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നില്ല. ഇനി രാജി സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ രാജിവെക്കുന്നത് ആരുടെ അടുത്താണ്? ഡെപ്യൂട്ടി സ്പീക്കറുടെ അടുത്താണ്. ഓക്കെ, സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറുടെ അടുത്താണ്. തിരിച്ചും ഡെപ്യൂട്ടി സ്പീക്കർ രാജി സമർപ്പിക്കുന്ന ആരുടെ അടുത്താ? സ്പീക്കറുടെ കയ്യിലാണ്. ഓക്കെ, സ്പീക്കർ രാജിക്കത്ത് കൊടുക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്ക്, ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് സ്പീക്കർക്കായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇപ്പം ലോക്സഭയെ പറ്റി പഠിക്കുമ്പോൾ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഭാഗം, പ്രോട്ടേം സ്പീക്കറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാസ്റ്റിംഗ് വോട്ട് കേട്ടോ. കാസ്റ്റിംഗ് വോട്ട്. അപ്പൊ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയാം. അതായത് സാധാരണഗതിയിൽ സ്പീക്കർ നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യേണ്ട ഒരാളാണ് അല്ലെ. നിഷ്പക്ഷമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയോടും കൂറ് കാണിക്കാതെ നിലകൊള്ളേണ്ട ഒരാളാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശമ്പളം അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. കാരണം ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നും എടുത്ത് കൊടുക്കാൻ പാടില്ല, ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ശമ്പളം കൊടുക്കാൻ പാടില്ല. നിഷ്പക്ഷമായി ജോലി ചെയ്യേണ്ട ആളാണ്, ഒരു പാർട്ടിയോടും കൂറ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്ന വ്യക്തി നിഷ്പക്ഷമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല അല്ലെ. വോട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ടിയോട് കൂറ് കാണിച്ച ഒരാൾക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അപ്പം സ്പീക്കർ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. അതുകൊണ്ട് അയാൾക്ക് എന്താണ്, വോട്ട് ചെയ്യാനുള്ള അധികാരം സ്പീക്കറിന് ഇല്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും തന്നെ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഇപ്പോൾ വോട്ടും തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ് രണ്ട് പക്ഷത്തും തുല്യമായിട്ട് ഒരു നില വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഒരാളെ തീരുമാനിക്കണമല്ലോ അല്ലെ. ഭൂരിപക്ഷം നോക്കണമെങ്കിൽ ഒരാളെ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീക്കറിന് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. രണ്ട് പാർട്ടിക്കാരും തുല്യ സ്ഥാനത്ത് വരുന്ന സമയത്ത് ഒരേപോലെ വോട്ട് എണ്ണിയിട്ട് വന്നു. അപ്പോൾ ഇവിടെയും 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം ഒരാൾക്ക് കൂടുതൽ കിട്ടിയ അയാൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ ആ ഒരു വോട്ടിന് വേണ്ടിയിട്ട് സ്പീക്കറിന് എന്ത് ചെയ്യാം? ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്തില്ല, സ്പീക്കറിന് വോട്ടവകാശമില്ല. പക്ഷേ ഇങ്ങനെ രണ്ടു പേരും തുല്യ സ്ഥാനത്ത് വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിൽ നിന്നും ഒരാളെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ അതിൽ മെജോറിറ്റി നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറിന് ഒരു വോട്ട് ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോക്സഭാ ചരിത്രത്തിൽ ഇതുവരെ ലോക്സഭാ സ്പീക്കറും ആരും തന്നെ കാസ്റ്റിംഗ് വോട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. കേരളത്തിൽ ഒരു സ്പീക്കർ ഒരു ദിവസം തന്നെ 7ഓളം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് AC ജോസ് കേട്ടോ. AC ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇത് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ കേന്ദ്രത്തിൽ ലോക്സഭയിൽ ഒരിക്കലും ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ ആരും കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് AC ജോസ് കേട്ടോ. AC ജോസ്. അപ്പം അതുകൊണ്ട് തന്നെ അയാളെ ആളുകൾ കളിയാക്കിയിട്ട് എന്ത് വിളിക്കാറുണ്ട്? ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്ന് വിളിക്കാറുണ്ട്. AC എന്നതിൻ്റെ ഫുൾ ഫോം ആയിട്ട് ഓൾവേസ് കാസ്റ്റിംഗ്, ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയ ആളാണ്. അപ്പോൾ ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ AC ജോസ് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ, ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ് GV മാവ്ലങ്കാർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കാർ ആണ് കേട്ടോ. ഗണേഷ് വാസുദേവ് മാവ്ലങ്കാർ ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തശയനം അയ്യങ്കാർ ആണ്. അനന്തശയനം അയ്യങ്കാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്.
ഇനി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽറാം താക്കറാണ്. ബൽറാം താക്കറാണ് ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തി. ഇനി ഇന്ത്യയിൽ ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ, ആദ്യത്തെ ലോക്സഭ വനിതാ സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മീര കുമാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭ വനിതാ സ്പീക്കർ. മീര കുമാർ. രണ്ടാമത്തെ വനിതാ സ്പീക്കർ ഉണ്ട്. രണ്ടാമത്തെ വനിതാ സ്പീക്കറാണ് സുമിത്ര മഹാജൻ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാ? GV മാവ്ലങ്കർ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? അനന്തശയനം അയ്യങ്കാർ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്നത് ആരാ? ബൽറാം താക്കർ. ഇനി ആദ്യത്തെ വനിതാ സ്പീക്കർ ആരാ? മീര കുമാർ. രണ്ടാമത്തെ വനിതാ സ്പീക്കർ ആരാണ്? സുമിത്ര മഹാജൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സ്പീക്കറായ വനിത ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സ്പീക്കറായിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഷാനോ ദേവിയാണ്. ഷാനോ ദേവി ഹരിയാനയിലെ സ്പീക്കറായിരുന്നു. ഹരിയാന. അപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്പീക്കറായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഷാനോ ദേവിയാണ്. ഹരിയാനയിലെ സ്പീക്കറായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 93. ഓക്കെ, ആർട്ടിക്കിൾ 93 കേട്ടോ. ആർട്ടിക്കിൾ 93 പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ സ്പീക്കർ എന്താണ്, ഡെപ്യൂട്ടി സ്പീക്കർ എന്താണ്. അപ്പം സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 93 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 93 സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പറയുന്നത്. ഈ സ്പീക്കർ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി സ്പീക്കറിനെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പീക്കറിനെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീക്കറിനെതിരായിട്ട് ഒരു അവിശ്വാസ പ്രമേയം ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ട് വേണം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സമയത്ത് സഭയിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്യണം? ഭൂരിപക്ഷ അംഗങ്ങളും ആ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിലാണ് സ്പീക്കറിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു സ്പീക്കറെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. അവിശ്വാസ പ്രമേയം എന്ത് ചെയ്യണം? ഭൂരിപക്ഷം അംഗങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പാസ്സാക്കി അദ്ദേഹത്തെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലോക്സഭ എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണയെങ്കിലും സമ്മേളിക്കണം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ 3 തവണയാണ് സമ്മേളിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 തവണയാണ് സാധാരണ രീതിയിൽ സമ്മേളനം ഉണ്ടാവുന്നത്. 1 ബജറ്റ് സമ്മേളനം, 2 മൺസൂൺ സമ്മേളനം, 3 ശൈത്യകാല സമ്മേളനം. ഇപ്പം സാധാരണഗതിയിൽ 2 തവണയെങ്കിലും സമ്മേളിക്കണം എന്നാണ് പറയുക. സാധാരണ നമ്മളിപ്പോൾ 3 തവണ സമ്മേളിക്കുന്നുണ്ട്. 1 ബജറ്റ് സമ്മേളനം, 2 മൺസൂൺ സമ്മേളനം, 3 ശൈത്യകാല സമ്മേളനം. ഇങ്ങനെ 3 സമ്മേളനങ്ങളാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ രാജ്യസഭ, ലോക്സഭ എന്ന് പറയുന്ന ഭാഗം ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളല്ല, രാജ്യസഭയും ലോക്സഭയും നമ്മൾ ആർട്ടിക്കിൾ 93 വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആർട്ടിക്കിൾ 100 ആണ്. ആർട്ടിക്കിൾ 100 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ച് പറയുന്നു. പാർലമെൻറ്റിൻ്റെ ക്വാറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 100 പാർലമെന്റിന്റെ ക്വാറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് ഈ ക്വാറം? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പാർലമെന്റിന്റെ ക്വാറം എത്രയാണ്? അപ്പൊ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സഭാ നടപടി ആരംഭിക്കുന്നതിന് ഏറ്റവും കുറവ് മിനിമം എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതുണ്ടല്ലേ. ഒരു സഭാ നടപടി തുടങ്ങണമെങ്കിൽ ഇത്ര അംഗങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം എന്നൊരു കണക്കുണ്ടല്ലോ. ആ മിനിമം നമ്പേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ മിനിമം മെമ്പേഴ്സ് എത്രയാണ് എന്നുള്ളതാണ്
നമ്മൾ ക്വാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർലമെന്റിന്റെ സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മിനിമം വേണ്ട മെമ്പേഴ്സ് എത്രയാണ്? അതാണ് പാർലമെന്റിന്റെ ക്വാറം. അപ്പോൾ പാർലമെന്റിന്റെ ക്വാറം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-1 എന്ന് നമുക്ക് പറയാം. 10-1 അല്ലെങ്കിൽ നമുക്ക് 10% എന്ന് പറയാം. 10-1 അല്ലെങ്കിൽ 10% പാർലമെന്റിന്റെ ക്വാറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യസഭയുടെ അംഗസംഖ്യ നമ്മൾ പഠിച്ചു അല്ലേ, പരമാവധി അംഗസംഖ്യ 250 അപ്പോൾ അതിൽ 10%. ഇപ്പോൾ രാജ്യസഭാ നടപടിക്രമത്തിന് ആവശ്യമുള്ള ആളാണെങ്കിൽ രാജ്യസഭയിൽ എത്ര വേണം? 250ന്റെ 10%, അതായത് 25 പേരെങ്കിലും അവിടെ മിനിമം വേണം നടപടിക്രമങ്ങൾ തുടങ്ങാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ടോട്ടൽ അംഗങ്ങൾ? അതിന്റെ 10-1 10% ആളുകൾ ഉണ്ടായിരിക്കണം എന്നതാണ് പാർലമെന്റിന്റെ ക്വാറം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 101. ആർട്ടിക്കിൾ 101 പറയുന്നത് ലോക്സഭാ അംഗം അല്ലെങ്കിൽ രാജ്യസഭാ അംഗം തുടർച്ചയായി 60 സഭാ സമ്മേളനങ്ങളിൽ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ, അതായത് മുൻകൂട്ടി അറിയിക്കാതെ വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. ലോക്സഭാ അംഗമായിക്കോട്ടെ, രാജ്യസഭാ അംഗമായിക്കോട്ടെ, ലോക്സഭാ അംഗമോ രാജ്യസഭാ അംഗമോ ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട്, ഓക്കെ, തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ട് 60 സഭാ സമ്മേളനങ്ങളിൽ വിട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങിക്കാതെ വിട്ടുനിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആർട്ടിക്കിൾ 101 പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 102. ആർട്ടിക്കിൾ 102 പറയുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചാണ്. അയോഗ്യത, നമ്മൾ യോഗ്യതയെക്കുറിച്ചൊക്കെ മുമ്പ് പഠിച്ചു അല്ലേ? അപ്പൊ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 102 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അയോഗ്യത എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെയാണ് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം നമ്മൾ പഠിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം എത്രയാ? 1985 പാസ്സാക്കുന്നത് അല്ലെ? ഏതാണ് ഭേദഗതി? 52ാം ഭേദഗതി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1985 പാസ്സാക്കിയ 52ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 1985 52ാം ഭേദഗതിയിലൂടെ ഈ കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക ഏതാണ്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാമത്തെ പട്ടിക അല്ലെ, 10ാമത്തെ സ്കെഡ്യൂളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് അംഗത്വം നഷ്ടപ്പെട്ട ലോക്സഭാ അംഗമുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിക്കുക. ലാൽഡുഹോമ MP ആണ് കേട്ടോ. അപ്പോൾ ലാൽഡുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് അംഗത്വം നഷ്ടപ്പെട്ട ലോക്സഭാ അംഗം എന്ന് പറയുന്നത്. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മലയാളിയുണ്ട്. ആള് ആർ ബാലകൃഷ്ണപിള്ള, MLA ആണ്. ആർ ബാലകൃഷ്ണപിള്ള കേരള നിയമസഭയിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ അംഗത്വം നഷ്ടപ്പെട്ട മലയാളിയാണ് ആർ ബാലകൃഷ്ണപിള്ള. ആദ്യത്തെ മലയാളി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലാൽഡുഹോമ, ആർ ബാലകൃഷ്ണപിള്ള, രണ്ടുപേരുടെ പേരും ഓർത്തിരിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 102 അയോഗ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് കൂറുമാറ്റം അല്ലെ? ഒരു പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി മത്സരിക്കുന്നു, പിന്നീട് എന്താണ് പാർട്ടി മാറുന്നു അല്ലെ, കൂറു മാറുന്നു, ആ ഒരു രീതി, അതാണ് അയോഗ്യത അല്ലെങ്കിൽ കൂറുമാറ്റം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തത് 108. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 108 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ 108 പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. എന്താണ് സംയുക്ത സമ്മേളനം? ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ്. ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 108. അപ്പോൾ ഒരു നിയമം ഉണ്ടാവണം എന്ന് വെച്ചാൽ എന്താണ് സംയുക്ത സമ്മേളനം എന്നാണ് പറയുന്നത്. ഒരു നിയമം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു, രാജ്യസഭ പാസ്സാക്കണം, ലോക്സഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ചില പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ഈ രണ്ട് സഭകളും ഒരേ സമയത്ത് പാസ്സാക്കണമെന്ന് നിർബന്ധമുണ്ടോ?
ഇല്ല, ഒരു സഭ പാസ്സാക്കി, മറ്റേ സഭ പാസ്സാക്കിയില്ല. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം വരുവാണ്, ഒരു തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സഭകളുടെ തർക്കം കാരണം ഒരു നിയമം പാസ്സാക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യും? ഈ രണ്ട് സഭകളെയും കൂടെ ചേർത്തിട്ട് ഒരു സമ്മേളനം വിളിക്കും. ഓക്കെ, ഒരു നിയമം പാസ്സാകണമെങ്കിൽ രാജ്യസഭയും ലോക്സഭയും എന്ത് ചെയ്യണം? പാസ്സാക്കണം. പക്ഷെ ഇവർ തമ്മിലൊരു വാക്കുതർക്കം വരുവാണ്, ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായി ഈ നിയമം പാസ്സാക്കുന്നതിനെ ചൊല്ലിയിട്ട്. അപ്പോൾ രണ്ടുപേരും പാസ്സാക്കാതെ ഇത് നിയമം ആവില്ല. അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഇവർ രണ്ട് സഭാംഗങ്ങളെയും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഒരു സമ്മേളനം വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സഭകളെയും ഒന്നിച്ച് വിളിച്ചു ചേർക്കുന്ന ഈ സമ്മേളനമാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. അപ്പൊ പ്രസിഡന്റ് ആണ് സമ്മേളനം എന്ത് ചെയ്യുന്നത്? വിളിച്ചു ചേർക്കുന്നത്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രസിഡന്റ് ആണ് ഈ സമ്മേളനത്തെ വിളിച്ചു ചേർക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി ഈ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. എന്നാൽ ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. ഓക്കെ, ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന് എന്ത് ചെയ്യുന്നത്? അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതുവരെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് 3 തവണയാണ്. എത്ര തവണയാണ്? 3 തവണയാണ് സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതുവരെ എത്ര തവണ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്? 3 തവണ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തവണയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് 1961 എന്തുമായി ബന്ധപ്പെട്ടാണ്? സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് 1961 ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ആ സമയത്തെ സ്പീക്കർ ആരാന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അധ്യക്ഷത വഹിച്ചത് അല്ലെ, സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ആ സമയത്തെ സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ ആണ്. അനന്തശയനം അയ്യങ്കാർ സ്പീക്കർ ആയിരിക്കുന്ന സമയത്താണ് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് 1961 ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇനി രണ്ടാമത്തെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് 2002 2002 പോട്ടയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ പോട്ട? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ് പോട്ടയുമായി ബന്ധപ്പെട്ടാണ് 2002 എന്ത് വരുന്നത്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. മൂന്നാമത്തെ തവണ എന്ന് പറയുന്നത് വിളിച്ചു ചേർത്തത് 1978 ബാങ്കിങ് കമ്മീഷൻ ആക്ട് റിപ്പീലുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ബാങ്കിങ് കമ്മീഷൻ ആക്ട് റിപ്പീലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വർഷത്തിന്റെ ഓർഡർ നിങ്ങൾ പഠിക്കുമ്പോൾ തിരിച്ചു പഠിക്കണേ. ഞാൻ പറഞ്ഞപ്പോൾ ഓർഡർ മാറിപ്പോയതാ. ആദ്യത്തേത് 1961 സ്ത്രീധന നിരോധന നിയമം പ്രകാരമാണ് ആദ്യത്തെ സംയുക്ത സമ്മേളനം സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. രണ്ടാം തവണ വിളിച്ചു ചേർത്തത് 1978 ബാങ്കിങ് കമ്മീഷൻ റിപ്പീലുമായി ബന്ധപ്പെട്ട്. ദെൻ മൂന്നാമത്തെ തവണ വിളിച്ചു ചേർത്തത് 2002 പോട്ടയുമായി പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിവിറ്റീസ് അതുമായി ബന്ധപ്പെട്ട് പോട്ടയുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ തവണ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സംയുക്ത സമ്മേളനത്തിലൂടെ നിയമം പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയുടെ ഏത് തരത്തിലുള്ള ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത്? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം, ഒരു സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം പാസ്സാക്കണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം വേണം, അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്, അല്ലെങ്കിൽ സഭയുടെ കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. ഏതാണ് തന്നിരിക്കുന്നത്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ കേവല ഭൂരിപക്ഷം മതി. സംയുക്ത സമ്മേളനത്തിലൂടെ നമ്മളൊരു നിയമം പാസ്സാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ സഭയുടെ കേവല ഭൂരിപക്ഷം മതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ലോക്സഭയുടെ അംഗസംഖ്യ എത്രയാ? 543 അല്ലെ. രാജ്യസഭയുടെ അംഗസംഖ്യ ഇപ്പൊ നിലവിൽ 245. അപ്പോൾ ഇവരുടെ അംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭയ്ക്ക്
മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? കൂടുതലാണ് അല്ലേ? ലോക്സഭയ്ക്ക് 543 മെമ്പേഴ്സ് ഉണ്ട്. രാജ്യസഭയിലാകുമ്പോൾ 245 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്സഭയിൽ അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭയ്ക്ക് താല്പര്യമുള്ള നിയമമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും അല്ലേ? കാരണം അംഗസംഖ്യ കൂടുതലാണ്, അപ്പോൾ ഭൂരിപക്ഷം കൂടുതലായിരിക്കും. അപ്പോൾ ലോക്സഭയ്ക്ക് താല്പര്യമുള്ള ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പാസ്സാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് രാജ്യസഭയുടെ അംഗസംഖ്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മണി ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ പാടില്ല. മറ്റേതെങ്കിലും ഒരു നിയമം പാസ്സാക്കണം എന്നുള്ളതിന്റെ തർക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംയുക്ത സമ്മേളനം പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മണി ബില്ലുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനായിട്ട് പാടില്ല. അത് എക്സെപ്ഷൻ ആണ്, അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നതിന്, അതുപോലെ മണി ബില്ലുകൾ പാസ്സാക്കുന്നതിന് സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 110 ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 110 പറയുന്നത് എന്തിനെ കുറിച്ചാ? മണി ബില്ലിനെ കുറിച്ചാണ്. മണി ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 110 മണി ബില്ല് അല്ലെങ്കിൽ ധനകാര്യ ബില്ലുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു മണി ബില്ല് നമ്മൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ശുപാർശയോട് കൂടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ പ്രസിഡന്റിന്റെ ശുപാർശ അനുസരിച്ചാണ് ഒരു മണി ബില്ല് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രസിഡന്റിന്റെ ശുപാർശ പ്രകാരമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലോക്സഭാ സ്പീക്കറാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ഇനി ഈ മണി ബില്ലിന്മേലുള്ള പൂർണ്ണ അധികാരം നമ്മൾ ലോക്സഭ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ? മണി ബില്ലിന്മേലുള്ള പൂർണ്ണ അധികാരം ആർക്കാണുള്ളത്? ലോക്സഭയ്ക്കാണുള്ളത് അല്ലെ? അപ്പൊ മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടാണ് പിന്നീടാണ് രാജ്യസഭയിലോട്ട് അയക്കുന്നത്. ഈ രാജ്യസഭയിലോട്ട് അയക്കുന്ന സമയത്ത് രാജ്യസഭ എന്ത് ചെയ്യണം? 14 ദിവസത്തിനകം മണി ബില്ല് ലോക്സഭയ്ക്ക് തിരിച്ചയക്കണം. അപ്പോൾ ആദ്യം ലോക്സഭ പാസ്സാക്കുന്നു, എന്നിട്ട് രാജ്യസഭയിലോട്ട് അയക്കുന്നു. രാജ്യസഭ എന്ത് ചെയ്യണം? 14 ദിവസത്തിനുള്ളിൽ തിരിച്ച് ലോക്സഭയ്ക്ക് ഇത് അയക്കണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ. അപ്പോൾ മണി ബില്ലുമായി ബന്ധപ്പെട്ട പൂർണ്ണ അധികാരം ലോക്സഭയ്ക്കാണ്. എന്നാൽ മണി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാൻ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള സജഷൻസ് 14 ദിവസത്തിനുള്ളിൽ ലോക്സഭയ്ക്ക് ആ സജഷൻസോട് കൂടിയിട്ട് വീണ്ടും തിരിച്ചയക്കണം എന്നുള്ളതാണ്. ഈ രാജ്യസഭയ്ക്ക് മണി ബില്ലിന്മേലുള്ള നിർദ്ദേശങ്ങളോ ഭേദഗതികളോ ഒക്കെ ചെയ്യാനുള്ള നിർദ്ദേശം വെക്കാൻ പറ്റും. പക്ഷേ ഭേദഗതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ലോക്സഭ? അതില്ല. രാജ്യസഭയ്ക്ക് മണി ബില്ലിന്മേൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ വെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോക്സഭയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. മണി ബില്ല് എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ ശുപാർശ പ്രകാരമാണ്. പക്ഷെ ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇതിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. ആ നിർദ്ദേശങ്ങൾ 14 ദിവസത്തിനകം ലോക്സഭയിലേക്ക് വയ്ക്കണം. പക്ഷെ അത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആര് തീരുമാനിക്കും? അത് ലോക്സഭയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം ഒരു ബില്ല് നിയമമാവണമെങ്കിൽ അല്ലെ? അപ്പൊ പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ഒരു ബില്ലും നിയമമാവില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ ഒരു ബില്ലും നിയമമാവില്ല. ഓക്കെ, അപ്പോൾ ഒരു ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവയ്ക്കാതെ അത് നിയമമാവില്ല. പക്ഷെ പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ബില്ലിൽ ഒപ്പുവയ്ക്കാതിരിക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അതിനെ നമ്മൾ പറയുന്നതായിരുന്നു എന്ത്?
വീറ്റോ പവർ എന്ന് നമ്മൾ പഠിച്ചില്ലേ, വീറ്റോ അധികാരം. അപ്പോൾ പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. മനസ്സിലായോ? അപ്പൊ പ്രസിഡന്റ് ഒരു ബില്ല് നിയമമാവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം. പക്ഷെ അത് ഒപ്പുവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആർക്ക് തീരുമാനിക്കാം? അത് പ്രസിഡന്റിന്റെ അധികാരമാണ്, ഒപ്പുവെക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു പവറിനെയാണ് നമ്മൾ വീറ്റോ അധികാരം എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 111 പ്രതിപാദിക്കുന്നത് വീറ്റോ പവറിനെ കുറിച്ചാണ്, വീറ്റോ അധികാരത്തെ കുറിച്ചാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ആർട്ടിക്കിളിൽ പറയാത്ത ഒരു കാര്യമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. എല്ലാവരും കേട്ട് കാണും അല്ലെ? അവിശ്വാസ പ്രമേയം നമ്മൾ മമ്മൂക്കയുടെ 1 എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളിലും പ്രതിപാദിക്കുന്നില്ല, പക്ഷെ നമുക്കത് ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് പറയുക, അവിശ്വാസ പ്രമേയം. ഓക്കെ. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിൽ മാത്രമാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ലോക്സഭയിൽ മാത്രമാണ് കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ, നമ്മൾ പറഞ്ഞു കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ലോക്സഭയോടാണ് അല്ലെ? അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത് ലോക്സഭയിൽ മാത്രമേ പാസ്സാക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഈ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 50 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ ആവശ്യമാണ്. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ 50 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ വേണം. 50 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു നോട്ടീസ് ആദ്യം എന്ത് ചെയ്യണം? ലോക്സഭാ സ്പീക്കറിന് നൽകണം. 50 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു നോട്ടീസ് ആദ്യം എന്ത് ചെയ്യണം? ലോക്സഭാ സ്പീക്കറിന് നൽകണം. അപ്പോൾ ലോക്സഭാ സ്പീക്കറിന് നൽകിക്കഴിഞ്ഞാൽ, ലോക്സഭാ സ്പീക്കർ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തിനകം ലോക്സഭയിൽ എന്ത് ചെയ്യുന്നു? പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയം എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വർഷം 1963 ഓക്കെ. അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ ആദ്യം 50 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു നോട്ടീസ് ലോക്സഭാ സ്പീക്കറിന് നൽകണം. അദ്ദേഹം അത് 10 ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലാണ് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഈ അവിശ്വാസ പ്രമേയം ജവഹർലാൽ നെഹ്റുവിനെതിരെ അവതരിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JB കൃപലാനിയാണ് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടിയിട്ടുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ടത് ഇന്ദിരാഗാന്ധിയാണ്. 15 തവണയാണ് അവിശ്വാസ പ്രമേയം നേരിട്ടത്. പക്ഷേ ഈ 15 തവണയുള്ള അവിശ്വാസ പ്രമേയത്തെയും അതിജീവിച്ചു. ഓക്കെ. 15 അവിശ്വാസ പ്രമേയങ്ങളെയും അതിജീവിച്ച പ്രധാനമന്ത്രി കൂടിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിനും എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി. അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഈ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി, ഇത് അവിശ്വാസ പ്രമേയം ആരാണ് ആദ്യമായിട്ട് നേരിട്ടത് എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു. ഇനി ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയം നേരിട്ടത് ഇന്ദിരാഗാന്ധി 15 തവണ. പക്ഷെ അവരൊന്നും അവിടെ രാജിവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതിജീവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് VP സിംഗ് കേട്ടോ. VP സിംഗ് ആണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ 3 പേരാണ് ഇതുവരെ നോക്കുവാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രിമാർ. എത്ര പേരാണ്? 3 പേർ. 3 പ്രധാനമന്ത്രിമാരാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൾ നമ്മൾ പറഞ്ഞു VP സിംഗ് ആണ്. ആദ്യത്തെ തവണ 1990 VP സിംഗ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കുന്നത്. രണ്ടാമത് HD ദേവഗൗഡ 1997 മൂന്നാമത് അടൽ ബിഹാരി വാജ്പേയി AB വാജ്പേയി ആണ് 3-ാം തവണ 1999. ഓക്കെ. അപ്പോൾ ആദ്യത്തെ തവണ VP സിംഗ് 1990, ദെൻ 97
HD ദേവഗൌഡ, ദെൻ 99 AB വാജ്പേയി. ഇവർ 3 പേരുമാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചിട്ടുള്ള 3 പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ടിട്ടുള്ള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള നിയമസഭയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തെ നേരിട്ട മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് രാജിവെക്കേണ്ടി വന്നത് കേരളത്തിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രി ഒരേ ഒരാൾ മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ, അത് R. ശങ്കറാണ്. ഓക്കെ, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയാണ് ആര്? R. ശങ്കർ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനിലോട്ടാണ് നമ്മൾ വരുന്നത്. ഒരു ബില്ല് പാസ്സാവുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ രാജ്യസഭ പാസ്സാക്കണം, ലോക്സഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം, എന്നിട്ടാണ് അത് നിയമമാവുക. അപ്പോൾ ഒരു ബില്ല് നിയമമാവുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അതിൽ ആദ്യത്തെ ഘട്ടം 1ാം വായന. ആദ്യത്തെ ഘട്ടം എന്താണ്? 1ാം വായന. ദെൻ രണ്ടാമത്തെ ഘട്ടം 2ാം വായന. 2ാം വായന. 3ാമത്തെ ഘട്ടം കമ്മിറ്റി ഘട്ടം. കമ്മിറ്റി ഘട്ടം. 4 റിപ്പോർട്ട് ഘട്ടം. റിപ്പോർട്ട് ഘട്ടം. ദെൻ 5 3ാം വായന. 3ാം വായന. ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് ഉള്ളത്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ട് ഘട്ടം, 3ാം വായന. ഇതാണ് 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബില്ല് നിയമമാകുന്നതിനുള്ള 5 ഘട്ടങ്ങൾ. അപ്പോൾ അതിൽ 1ാം വായന എന്ന് പറയുന്നത് എന്താണ്? 1ാം വായന എന്ന് വെച്ചാൽ ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ലിൻ്റെ അവതരണത്തെയാണ് 1ാം വായന എന്ന് പറയുന്നത്. അതായത് മറ്റംഗങ്ങൾ പിന്തുണയ്ക്കുന്നു, അതെന്താണ്, മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ബില്ല് ജസ്റ്റ് അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റംഗങ്ങൾ അത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് പിന്തുണയ്ക്കുന്നു, എന്നിട്ട് മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ബില്ല് എന്ത് ചെയ്യുക? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അത് അടുത്ത ഘട്ടങ്ങളിലോട്ട് കടക്കുകയും ചെയ്യാം. ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് അത് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നത്. അപ്പോൾ 1ാം വായന കഴിഞ്ഞു, ബില്ല് അവതരിപ്പിച്ചു. ഇനി 2ാം വായന. 2ാം വായനയിൽ നടക്കുന്നത് ബില്ലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു ബില്ല് ജസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം, അടിസ്ഥാന തത്വങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഘട്ടമാണ് 2ാം വായന. ഓക്കെ, 1ാം വായനയിൽ ജസ്റ്റ് ബില്ല് അവതരിപ്പിക്കുന്നു, 2ാം വായനയിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. അതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ ഘട്ടമാണ് കമ്മിറ്റി ഘട്ടം. അപ്പോൾ കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2ാം ഘട്ടത്തിൽ തത്വങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തല്ലോ. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. ഓക്കെ, അപ്പോൾ സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ഈ തത്വങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം. അവിടെ ഇവർ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു, ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇനി അടുത്ത ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം. റിപ്പോർട്ട് ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇവർ ചർച്ച ചെയ്ത ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വിശദമായി ചർച്ച ചെയ്ത് വീണ്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ ബില്ലിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ വരുത്തുന്നത് റിപ്പോർട്ട് ഘട്ടത്തിലാണ്. ഓക്കെ, ഇവിടെ ബില്ല് അവതരിപ്പിച്ചു, ഇവിടെ തത്വങ്ങൾ ചർച്ച ചെയ്തു, അതിനുശേഷം അത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ, ഭേദഗതി വരുത്തണോ, ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ, ഇതെല്ലാം ചെയ്യുന്നത് റിപ്പോർട്ട് ഘട്ടത്തിലാണ്. അതായത് ഒരു നിയമമാകാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് പരുവപ്പെട്ട് വരുന്ന ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത്. ഇനി അവസാനം 3ാം വായന. 3ാം വായന എന്ന് പറയുന്നത് അന്തിമ അനുവാദത്തിന് വേണ്ടിയിട്ട് സഭയിൽ എത്തുന്നതാണ്.
അന്തിമ അനുവാദത്തിന് വേണ്ടിയിട്ട് സഭയിൽ വയ്ക്കുന്നതാണ് ഈ മൂന്നാം വായന എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ബില്ലിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താറില്ല. അവിടെ വെച്ചാണ് ഒരു ബില്ല് നിയമമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്നു. മൂന്നാമത്തേത് കമ്മിറ്റി ഘട്ടം, അത് അതിനെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാനായിട്ട് സെലക്ട് കമ്മിറ്റിയിലോട്ട് വിടുന്നു. ദെൻ റിപ്പോർട്ട് ഘട്ടത്തിൽ ഇവരെ പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഭേദഗതി വരുത്തണമെങ്കിലോ ചെയ്യുന്നു. അതിനുശേഷം അന്തിമ അനുവാദത്തിന് വേണ്ടി സഭയിൽ വയ്ക്കുന്നതാണ് മൂന്നാം വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബില്ല് നിയമമാവുന്നതിൻ്റെ 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചാണ്. പാർലമെന്ററി കമ്മിറ്റികൾ. അപ്പോൾ പാർലമെന്റിന് ഒരുപാട് ചുമതലകളുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പറയുന്ന പാർലമെന്റിന്റെ ചുമതലകളെല്ലാം എന്ന് പറയുന്നത് ഓരോ സമ്മേളനങ്ങൾ വിളിച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. 3 തരം സമ്മേളനം നമ്മൾ പഠിച്ചു. ബജറ്റ് സമ്മേളനമുണ്ട്, മൺസൂൺ സമ്മേളനമുണ്ട്, ശൈത്യകാല സമ്മേളനമുണ്ട്. 3 സമ്മേളനങ്ങളാണ് പാർലമെന്റ് സാധാരണയായിട്ട് നടത്തുന്നത്. ഏതൊക്കെയാണ്? SCERT നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബജറ്റ് സമ്മേളനം, 2 മൺസൂൺ സമ്മേളനം, 3 ശൈത്യകാല സമ്മേളനം. ഇങ്ങനെ 3 സമ്മേളനങ്ങളിലൂടെയാണ് പാർലമെന്റിന്റെ ഓരോ സമ്മേളനവും നടക്കുന്നത്. 3 സമ്മേളനങ്ങളാണ് മൊത്തത്തിൽ നടക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഈ പറയുന്ന സമ്മേളനങ്ങളെല്ലാം ഇതിലെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് ഒറ്റയ്ക്ക് കഴിയോ? ഇല്ല. അപ്പോൾ പാർലമെന്റിനെ ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റികളെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് പറയാം. മെയിൻലി നമുക്ക് 2ആയിട്ട് പറയാം. അതിലൊന്നാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രണ്ടാമത് അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പോൾ സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഇത് സ്ഥിരം കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് സ്ഥിരമാണ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, ടെമ്പററി സെറ്റപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫോറിൻ വേർഡ്സിൽ ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റിയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഇപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ അന്വേഷണവും ആ കേസും കാര്യങ്ങളും വിചാരണയൊക്കെ കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ കാര്യം കഴിഞ്ഞു. ആ കമ്മിറ്റി പിന്നെ ഇല്ല. അപ്പോൾ താൽക്കാലികമായിട്ടൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന കമ്മിറ്റികളാണ് അഡ്ഹോക്ക് കമ്മിറ്റികൾ. എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കമ്മിറ്റികളുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 6 തരത്തിലുണ്ട്. 6 തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്. അതിലൊന്ന് ധനകാര്യ കമ്മിറ്റി, 2 ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, 3 എൻക്വയറി കമ്മിറ്റികൾ, 4 സൂക്ഷ്മ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുമുള്ള കമ്മിറ്റികൾ, 5 ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള കമ്മിറ്റികൾ, 6 സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ എന്ന് പറയും. സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ. ഇങ്ങനെ 6 തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. സ്ഥിരം കമ്മിറ്റികൾ 6 ധനകാര്യ കമ്മിറ്റികൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, എൻക്വയറി കമ്മിറ്റികൾ, സൂക്ഷ്മ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുമുള്ള കമ്മിറ്റികൾ, ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, സർവീസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ധനകാര്യ കമ്മിറ്റികളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ധനകാര്യ കമ്മിറ്റികൾ. അപ്പോൾ ഈ ധനകാര്യ കമ്മിറ്റികൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC. എന്താണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയും. രണ്ടാമത് എസ്റ്റിമേറ്റ് കമ്മിറ്റി. എന്താണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റി. മൂന്നാമത് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇതാണ് 3 തരത്തിലുള്ള ധനകാര്യ കമ്മിറ്റികൾ. ഏതൊക്കെയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇങ്ങനെ 3 തരത്തിലാണ് ധനകാര്യ കമ്മിറ്റികൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. ആദ്യം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഫിനാൻസ് കമ്മിറ്റിയാണ്. ധനകാര്യ കമ്മിറ്റി എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. കാരണം 1921 ഫോം ചെയ്തതാണിത്. ഓക്കെ, 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്.
അപ്പോൾ അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ 3 കമ്മിറ്റിയും ഒന്നിങ്ങനെ എന്താണ് തരം തിരിച്ച് പഠിക്കുന്നതായിരിക്കും ഈസി. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. 1921 ഫോം ചെയ്യുന്നു. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 22 അംഗങ്ങളാണ്. അതിൽ സ്പ്ലിറ്റ് ഉണ്ട്. 15 പേര് ലോക്സഭാ അംഗങ്ങളും ബാക്കി 7 പേര് രാജ്യസഭാ അംഗങ്ങളും. ഇങ്ങനെ 22 അംഗങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ഉള്ളത്. ഈ അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് എത്ര വർഷത്തേക്കാണ്, അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. 1 വർഷമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അംഗങ്ങളെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീക്കറാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? സ്പീക്കറാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാലും സ്പീക്കറിന് തന്നെയാണ് കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്കാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള അംഗമാണ് ഇതിലെ അധ്യക്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും, ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അല്ലേ. CAG പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതാണ് പിന്നീട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള കമ്മിറ്റിയാണ്. 1921 ഫോം ചെയ്തു. ടോട്ടൽ 22 അംഗങ്ങൾ, അതിൽ 15 ലോക്സഭാ അംഗം, 7 രാജ്യസഭാ അംഗം. കാലാവധി 1 ഇയർ. ഇവരെ നിയമിക്കുന്നത് സ്പീക്കർ, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്ക്. ഇവിടെ അധ്യക്ഷനായിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ അംഗം അല്ലെ, പ്രതിപക്ഷത്തുള്ള അംഗമാണ് വരുന്നത്. ഓക്കെ, പ്രതിപക്ഷത്തു നിന്നുള്ള അംഗമാണ് ആരായിട്ട് വരുന്നത്, അധ്യക്ഷനായിട്ട് വരുന്നത്. ഇവരുടെ ചുമതല എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഇവർ വീണ്ടും പ്രസിഡന്റിന് നൽകി. പ്രസിഡന്റ് അത് പാർലമെന്റിൽ സമർപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും അത് കീറി മുറിച്ച് പരിശോധിക്കുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് വരവ് ചെലവ് കണക്കുകൾ കീറി മുറിച്ച് പരിശോധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്, CAG പഠിച്ചപ്പോൾ അല്ലേ. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. എന്തുകൊണ്ടാണ്? CAG പരിശോധിച്ചുണ്ടാക്കിയ റിപ്പോർട്ടിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് വിളിക്കാനായിട്ട് കാര്യം. ഓക്കെ അല്ലേ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഓക്കെ, എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1950 കേട്ടോ. എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1950 ഇതിൽ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും വലുത്, ഏറ്റവും പഴക്കമുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇതിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 30 അംഗങ്ങളാണ് ടോട്ടൽ. ഓക്കെ, 30 അംഗങ്ങളുണ്ട്. ഈ 30 പേരും ലോക്സഭാ അംഗമാണ്. നമ്മൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എന്താ പഠിച്ചത്? 22 അംഗങ്ങൾ, 15 ലോക്സഭാ അംഗം, 7 രാജ്യസഭാ അംഗം. ഇവിടെ 30 അംഗങ്ങൾ, 30 പേരും ലോക്സഭാ അംഗങ്ങളാണ്. രാജ്യസഭയിലുള്ള ആളുകളില്ല. ഇവരുടെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം തന്നെയാണ്. 1 വർഷം തന്നെയാണ് കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സ്പീക്കറാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന മാർക്ക് തന്നെയാണ് സ്പീക്കർക്ക് തന്നെയാണ്. നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്പീക്കർക്ക് തന്നെയാണ്. ഇവരുടെ ചുമതല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക. എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല. അപ്പം എന്താണ് എസ്റ്റിമേറ്റ് പരിശോധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വന്നു, അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, അതാണ് വരവ് ചെലവ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു റോഡ് പണി നടക്കുവാണ്. അപ്പം റോഡ് പണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം റോഡ് പണിയാൻ വേണ്ടി 100 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റോഡ് പണിയാൻ ഈ 100 കോടി രൂപയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു 100 കോടിക്കുള്ള ജോലി അവർ ചെയ്തിട്ടുണ്ടോ, ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്നതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. വരവ് ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരുമാനം ഉണ്ടായി, അത് എത്രയൊക്കെ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവായി, ആ ഒരു കണക്കാണ്
എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ഇപ്പോൾ ഒരു റോഡ് പണിക്ക് വേണ്ടി ഇത്ര കോടി രൂപയുടെ ചിലവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ തുകയ്ക്കുള്ള ജോലി ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന, അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കണക്കുകളാണ് പരിശോധിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇനി അടുത്ത കമ്മിറ്റിയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഏതാണ്? പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. രൂപീകരിച്ചത് 1964 രൂപീകരിക്കുന്നത്. അപ്പോൾ ഇത് രൂപീകരിക്കപ്പെട്ടത് VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1964 ഈ പറയുന്ന പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇവിടുത്തെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലെ തന്നെ 22 പേരാണ്. 15 പേര് ലോക്സഭാ അംഗവും 7 പേര് രാജ്യസഭാംഗവും. ഓക്കെ, അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലും 22 അംഗങ്ങളാണ്, 15 ലോക്സഭ 7 രാജ്യസഭ. എന്നാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 അംഗങ്ങളാണ്, 30 പേരും ലോക്സഭാ അംഗങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3ലും 1 വർഷം തന്നെയാണ് കാലാവധി. അംഗങ്ങളെ നിയമിക്കുന്നത് സ്പീക്കറാണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്നവർക്ക് തന്നെയാണ്, സ്പീക്കർക്ക് തന്നെയാണ്. അതൊക്കെ തുല്യമാണ്. ഈ പറയുന്ന ഫോം ചെയ്ത വർഷം, അവരുടെ ചുമതല, അംഗങ്ങൾ, ഇതാണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഭരണപക്ഷത്തിൽ നിന്നുള്ള ആളായിരിക്കും അധ്യക്ഷൻ. നേരത്തെ നമ്മൾ പ്രതിപക്ഷം എന്നാണ് പറഞ്ഞത്. ഭരണപക്ഷത്തു നിന്നുള്ള ആളായിരിക്കും ഇവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 ധനകാര്യ കമ്മിറ്റികളിലും കേന്ദ്രമന്ത്രിമാർ അംഗമാവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, ഈ പറയുന്ന 3 കമ്മിറ്റികളിലും കേന്ദ്രമന്ത്രിമാർ ഒരിക്കൽ പോലും അംഗമാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ചോദ്യോത്തര വേള, ക്വസ്റ്റ്യൻ അവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചോദ്യോത്തര വേള. ചോദ്യോത്തര വേള എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചോദ്യോത്തര വേള? അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പം ജനങ്ങൾക്ക് പോയിട്ട് ആ സഭയിൽ പോയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല അല്ലേ, സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ജനപ്രതിനിധികൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് അവരാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ആ ചോദ്യം ചോദിക്കുന്നതിനാൽ സമയത്തെയാണ് നമ്മൾ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ, പാർലമെന്റ് അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ളൊരു സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭയിലും ഉണ്ട് ചോദ്യോത്തര വേള, രാജ്യസഭയിലും ഉണ്ട്. 2 സഭകളിലും എന്തുണ്ട്? ചോദ്യോത്തര വേളയുണ്ട്. അപ്പോൾ ഇവയ്ക്ക് സമയമുണ്ട്. ലോക്സഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുതലുള്ള 1 മണിക്കൂർ, അതായത് 11 AM മുതൽ 12 PM വരെയാണ് ലോക്സഭയിലെ ചോദ്യോത്തര വേള. എന്നാൽ രാജ്യസഭയിലെ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് 12 PM മുതൽ 1 PM വരെയാണ്, 1 മണി വരെയാണ്. അപ്പോൾ ലോക്സഭയിലെ ചോദ്യോത്തര വേള 11 to 12, രാജ്യസഭയിലെ 12 to 1 മണി വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ചോദ്യോത്തര വേളയിൽ അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നതിലെ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുക. 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് അംഗങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക. ആദ്യത്തേത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അതായത് നക്ഷത്ര ചിഹ്നമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ അഥവാ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്. രണ്ടാമത്തേത് നക്ഷത്ര ചിഹ്നം ഇല്ലാത്തത്, അതായത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. നക്ഷത്ര ചിഹ്നം ഇല്ലാത്തത് അല്ലെങ്കിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ലഘു നോട്ടീസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാം. ലഘു നോട്ടീസ് ചോദ്യങ്ങൾ അഥവാ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ജനപ്രതിനിധികൾക്ക് ചോദിക്കാൻ പറ്റുക. നക്ഷത്ര ചിഹ്നമുള്ളത്, നക്ഷത്ര ചിഹ്നമില്ലാത്തത്, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ. ഓക്കെ, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗങ്ങളോട് മറ്റംഗങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൽ പെടാത്തതാണ്.
അതിനെ നമ്മൾ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നാ പറയാം. ഇതൊക്കെ പാർലമെന്റ് അംഗങ്ങൾ ചോദിക്കുന്നതാണ്. പാർലമെന്റ് അംഗം അല്ലാത്തവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്നാ പറയാം. അത് സെപ്പറേറ്റ് പഠിക്കണം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തേത് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾക്കുള്ള മറുപടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകണം. ഇപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട മന്ത്രി ആരാണോ ആ മന്ത്രി തന്നെ നേരിട്ട് ആൻസർ സഭയിൽ നൽകണം. അതാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ മന്ത്രി അവിടെ സഭയിലുണ്ടായിരിക്കണം. നേരിട്ട് മറുപടി കൊടുക്കണമെന്ന് പറയുമ്പോൾ മന്ത്രി സഭയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഇതിനുള്ള ഉത്തരം പറയാനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 15 ദിവസം മുൻപ് തന്നെ ക്വസ്റ്റ്യൻ അവർക്ക് സമർപ്പിച്ചിരിക്കണം. ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കാനെങ്കിൽ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യമാണെങ്കിൽ, അതായത് മന്ത്രി നേരിട്ട് മറുപടി പറയണം എന്നുള്ളതാണെങ്കിൽ 15 ദിവസം മുമ്പ് തന്നെ ഈ ചോദ്യങ്ങൾ അവരവിടെ സമർപ്പിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അതിനനുസരിച്ച് അവർ ഉത്തരമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ആ ഉത്തരവാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലായോ? ചർച്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ സഭയുടെ സെക്രട്ടറി ജനറൽ എന്താണ്, ഈ പറയുന്ന 15 ദിവസം മുമ്പുള്ള ഈ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ സെക്രട്ടറി ജനറൽ ആ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മന്ത്രാലയത്തിന് കൈമാറും. അങ്ങനെ അവർ ആ ചോദ്യങ്ങൾ എന്താണ് അവരത് സോർട്ട് ചെയ്ത് മന്ത്രിമാർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് അതിനുള്ള വിശദീകരണമൊക്കെ അവർ എഴുതി തയ്യാറാക്കിയിട്ടാണ് വരിക. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു മന്ത്രിയോട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാം? 15 ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷെ അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനവർ നേരിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം വന്നു കഴിഞ്ഞാൽ അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. കാരണം മന്ത്രി അവിടെ നേരിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവർ അതിനുള്ള റിപ്ലൈ തന്നോളും. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകതയും കൂടെ, ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക നിറത്തിലുള്ള പേപ്പറിലാണ്, പച്ച നിറത്തിലുള്ള പേപ്പറിലാണ്. ഓക്കെ, അപ്പം നമുക്കത് ഒന്നും കൂടെ പറയാം അല്ലേ. അപ്പം നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത, ഏത് വകുപ്പുമായി ചോദിക്കുന്നോ ആ മന്ത്രി നേരിട്ട് നമുക്ക് മറുപടി നൽകണം എന്നുള്ളതാണ് അല്ലേ. ആ മന്ത്രി നമുക്ക് നേരിട്ട് മറുപടി നൽകണം എന്നുള്ളതാണ്. രണ്ടാമത്, ഈ പറയുന്ന മന്ത്രിയോട് നമ്മൾ 15 ദിവസം മുൻപ് തന്നെ ചോദ്യങ്ങൾ സമർപ്പിച്ചിരിക്കണം. 15 ദിവസം മുൻപ് ചോദ്യങ്ങൾ നമ്മൾ സമർപ്പിച്ചിരിക്കണം. അവരതിന് പ്രിപ്പയർ ചെയ്ത് വരും. എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ? 15 ചോദ്യമാണ് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉപചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നെ പറഞ്ഞത് പച്ച നിറത്തിലുള്ള പേപ്പറിലാണ് ഈ ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത്. നക്ഷത്ര ചിഹ്നമുള്ള അവർ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു പേപ്പർ പിടിച്ചിട്ടുണ്ടാവും. ആ പേപ്പറിൻ്റെ നിറം കണ്ടാൽ നമുക്ക് മനസ്സിലാവണം പച്ച നിറത്തിലാണോ, ഇത് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ 15 ദിവസം മുൻപ് തന്നെ ഈ ചോദ്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരതിനുള്ള ഉത്തരം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്, ആ മന്ത്രി നേരിട്ട് നിന്നവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അവർക്ക് അതിനുള്ള ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക പച്ച കളർ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. ഇനി നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത, മന്ത്രി നേരിട്ടല്ല മറുപടി പറയുന്നത്. എന്താ ചെയ്യുന്നത്? എഴുതിയാണ് മറുപടി കൊടുക്കുന്നത്. മന്ത്രി ചോദ്യത്തിനുള്ള മറുപടി എങ്ങനെ നൽകുന്നു? എഴുതിയാണ് നൽകുന്നത്, അല്ലാതെ നേരിട്ട് പറയുകയല്ല ചോദിക്കുന്നത്. അപ്പോൾ എഴുതി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപചോദ്യം ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഉപചോദ്യം ചോദിക്കണമെങ്കിൽ മന്ത്രി ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ സെപ്പറേറ്റ് ഡൗട്ട് ചോദിച്ചെങ്കിൽ ആൻസർ പറയും. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ എഴുതി കൊടുത്തിരിക്കുക, പിന്നെ അവിടെ ഉപചോദ്യം നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പക്ഷേ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. 250 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. കാരണം ആ ചോദ്യം അതിനൊരു ഉത്തരം, ഒരു ചോദ്യം അതിനൊരു ഉത്തരം, അത്രമാത്രം എഴുതി കൊടുത്താൽ മതി, ഉപചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ 250 ചോദ്യങ്ങൾ വരെ ഇവിടെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെയും എന്ത് ചെയ്യണം? 15 ദിവസം മുൻപ് തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ഇവർക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ എഴുതി തയ്യാറാക്കാനുള്ള സമയം വേണ്ടേ. അപ്പോൾ 15 ദിവസം മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഇവിടെ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത് വെള്ള പേപ്പർ ആയിരിക്കണം. വെള്ള നിറത്തിലുള്ള പേപ്പറിലാണ് ഈ പറയുന്ന നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം നക്ഷത്ര ചിഹ്നം ഉള്ളത് മന്ത്രി നേരിട്ട് മറുപടി പറയുന്നു, ഇവിടെയാണെങ്കിൽ എഴുതി പറയുന്നു.
ഇവിടെ 15 ദിവസം മുമ്പ് ചോദ്യം നൽകണം, ഇവിടെയും 15 ദിവസം മുമ്പ് ചോദ്യം നൽകണം. ഇവിടെ 15 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ, ഇവിടെ 250 ചോദ്യം ചോദിക്കാം. ഇവിടെ ഉപചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഉപചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പച്ച നിറത്തിലുള്ള പേപ്പറിലാണ്, ഇവിടെ വെള്ള നിറത്തിലുള്ള പേപ്പറാണ്. അപ്പോൾ നക്ഷത്ര ചിഹ്നം ഉള്ളതും നക്ഷത്ര ചിഹ്നം ഇല്ലാത്തതും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ അല്ലേ? ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ ലഘു നോട്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പഠിച്ചു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അടിയന്തര പ്രാധാന്യം എമർജൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യത്തിനും 10 ദിവസം മുൻപെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം നൽകണം. ഓക്കെ, 10 ദിവസം മുൻപ് തന്നെ നമ്മൾ നോട്ടീസ് നൽകേണ്ടതായിട്ടുണ്ട്. ഇത് പിങ്ക് പേപ്പറിലാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ട് എന്താ പറയുന്നത്, ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വരൾച്ച, അല്ലെങ്കിൽ സുനാമി വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അടിയന്തരം ആയിട്ട് നൽകുന്ന പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 ദിവസം മുമ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകണം, 10 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. പിങ്ക് പേപ്പറിൽ വേണം ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യോത്തര വേളയിൽ നമ്മൾ ചോദിക്കുന്ന 3 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ പഠിച്ചു പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പാർലമെന്റ് അംഗങ്ങളല്ലാത്തവർ ചോദിക്കുന്നത്. പ്രൈവറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരല്ലാത്ത ഒരു അംഗത്തിനോട് മറ്റംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, മന്ത്രിമാരോടാണ് നമ്മൾ ഇത്രയും നേരം ചോദ്യം ചോദിച്ചത്. നേരിട്ടും എഴുതിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ചോദിച്ചത് മന്ത്രിമാരോടാണ്, അതാത് സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരോട്. പക്ഷെ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റംഗങ്ങൾക്ക് മന്ത്രിമാരല്ലാത്ത ഒരു അംഗത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതാണ് പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ്. ഈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. മഞ്ഞ നിറത്തിലുള്ള പേപ്പറിലാണ് പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാ സഭ നടക്കുന്ന ദിവസങ്ങളിലും എന്തുണ്ടായിരിക്കും? ചോദ്യോത്തരവേള ഉണ്ടായിരിക്കും എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി പാർലമെന്റിൽ നമ്മൾ ജോയിന്റ് സിറ്റിംഗ് പഠിച്ചില്ലേ? സംയുക്ത സമ്മേളനം. അപ്പോൾ ഈ പാർലമെന്റിൽ ജോയിന്റ് സിറ്റിംഗ് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചോദ്യോത്തരവേള ഉണ്ടാവില്ല. അപ്പം എല്ലാ സഭാ നടപടിക്രമങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചോദ്യോത്തരവേള ഉണ്ടാവാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? 1 ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ, 2 ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്. ഈ 2 സമയത്തുമാണ് എന്തില്ലാത്തത്? ഈ പറയുന്ന ചോദ്യോത്തരവേള ഇല്ലാത്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു ടേമും കൂടെ പഠിക്കണം. ശൂന്യവേള അഥവാ 0 അവർ അല്ലെങ്കിൽ ശൂന്യവേള എന്ന് പറയുന്നത് ഇത് ആരംഭിച്ചത് 1962 മുതലാണ് ശൂന്യവേള തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഇന്ത്യൻ സംഭാവനയായിട്ട് കണക്കുകൂട്ടുന്നത് ഈ ശൂന്യവേള മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ പറഞ്ഞു. ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ലോക്സഭയുടെ 11 to 12 രാജ്യസഭയുടെ 12 to 1 മണിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ട് ലോക്സഭയുടെ ആണെങ്കിൽ 11 to 12 കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ 12 മുതൽ 1 മണി വരെയുള്ള ഒരു സമയമുണ്ട്. അതാണ് ശൂന്യവേള എന്ന് പറയുന്നത്. അതായത് ചോദ്യോത്തര വേളയിൽ നമ്മൾ പറഞ്ഞു 11 to 12 ചോദ്യോത്തര വേളയാണെങ്കിൽ അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയുണ്ട്. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് കൃത്യമായിട്ട് മന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ കൊടുക്കുന്ന ആൻസർ കൃത്യമായിട്ട് പറയുന്നു. അവിടെ ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് ആ ചോദ്യോത്തര വേള നടക്കുന്നത് അല്ലേ. പക്ഷേ ഈ ശൂന്യവേള എന്ന് പറയുന്നത് ഈ ചോദിക്കണം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ 15 ദിവസം മുമ്പ് നമ്മൾ നോട്ടീസൊക്കെ നൽകി അവരെ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് അവരവിടെ പറയുന്നത് ചോദ്യോത്തര വേളയുടെ സമയത്ത്. എന്നാൽ ശൂന്യവേള എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 15 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള അടിയന്തര പ്രശ്നങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് ഈ ചോദ്യോത്തര വേള കഴിഞ്ഞുള്ള ശൂന്യവേള എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ വരും അല്ലേ. ഇപ്പം കണക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ വന്നു. ആ ടീച്ചർ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മളല്ലേ ടീച്ചർ പതിയെ ക്ലാസ് എടുക്കുന്നു, നമ്മളത് കേട്ടിരിക്കുന്നു, എന്തെങ്കിലും ചില്ലറ ഡൗട്ടൊക്കെ നമ്മൾ ചോദിക്കുന്നു, ഭയങ്കര ഡിസിപ്ലിനോടുകൂടെ പോകും. മാത്സ് ടീച്ചർ പോയിട്ട് അടുത്ത പീരീഡ് നമുക്ക് PT ടീച്ചറാണ് വരുന്നതെന്ന് വെച്ചോ, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടതുപോലെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിക്കും, ടീച്ചറെ ചെറുപറാന്ന് ആൻസർ പറയും അല്ലേ. ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടത്തില്ലേ മാത്സ് ടീച്ചർ പോയിട്ട് PT ടീച്ചർ വരുമ്പോൾ. ആ ഒരു സംഭവമാണ് ഈ ചോദ്യോത്തര വേളയും ശൂന്യവേളയും തമ്മിലുള്ള ഡിഫറൻസ്.
ചോദ്യോത്തരവേള എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസിപ്ലിനറിയോടുകൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരതിനുള്ള കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ആൻസർ പറയുന്നു. പക്ഷെ ശൂന്യവേളയിൽ അങ്ങനെയല്ല, നമുക്ക് അപ്പം തോന്നുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണോ അതൊക്കെ നമുക്ക് ചോദിക്കാം, കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് അംഗങ്ങൾക്ക്. ഓക്കെ, അതാണ് ശൂന്യവേള എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം, കട്ട് മോഷൻ. എന്താണ് കട്ട് മോഷൻ അല്ലെങ്കിൽ ഖണ്ഡന പ്രമേയം എന്ന് പറയും. ഖണ്ഡന പ്രമേയം അഥവാ കട്ട് മോഷൻ. കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കട്ട് മോഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഖണ്ഡന പ്രമേയം അല്ലെങ്കിൽ കട്ട് മോഷൻ. കട്ട് മോഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു, അതിനുശേഷം ധനകാര്യ ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ ബജറ്റ്, അതായത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അവിടെ നമ്മൾ ലോക്സഭയിൽ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ബജറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത്, ഈ പറയുന്ന ധനകാര്യ ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് സമർപ്പിക്കുമ്പോൾ അതിനെ വീറ്റോ ചെയ്യുവാനുള്ള അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. അതായത് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. ഓക്കെ, ധനകാര്യ ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അതിനെ മുറിക്കാനുള്ള, സ്റ്റോപ്പ് ചെയ്യാനുള്ള, കട്ട് ചെയ്യാനുള്ള അധികാരം ലോക്സഭാ അംഗത്തിനുണ്ട്. അതിനെയാണ് നമ്മൾ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ? ഫിനാൻസ് ബില്ലൊക്കെ ഒരാൾ അവതരിപ്പിക്കുന്നു, ബജറ്റ് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ബജറ്റിന് ശേഷം നമ്മൾ ധനകാര്യ ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കും എക്കണോമിക്സ് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ലോക്സഭാ അംഗങ്ങൾക്ക് അത് വന്ന് കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിർത്തിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ച് മുറിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് കട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കട്ട് മോഷൻ അല്ലെങ്കിൽ ഖണ്ഡന പ്രമേയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന ഭാഗം. നമ്മൾ